ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയിട്ടാണ്. പക്ഷേ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റി ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് വർക്കിംഗ് വുമൻസിന് നമുക്കെങ്ങനെ കുഞ്ഞുങ്ങളിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന അമ്മമാർക്കാണെങ്കിൽ കൂടിയും നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന്, നമുക്ക് ഈ ജോലിക്ക് ഇപ്പോൾ ഒരു 6 months അല്ലെങ്കിൽ 3 months ആയിരിക്കും നമുക്ക് ആ ഒരു ലീവ് പീരീഡ് കിട്ടുന്നത്, എല്ലാ പ്രൈവറ്റിലായിരുന്നാലും എവിടെയായിരുന്നാലും. പക്ഷേ അത് കഴിഞ്ഞ് നമുക്ക് പോകുമ്പോൾ ഒരു ജോയിനിങ് ഡേറ്റ് അങ്ങനെ നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒരു കരുതുകൾ നമ്മൾ എടുക്കണം, നേരത്തെ തന്നെ എടുക്കേണ്ടതാണ്. അതായത് പോകുന്നതിൻ്റെ തലേദിവസമല്ല, ഒരു 2 weeks മുന്നേ എങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കറിയാം ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് വയ്ക്കുന്ന കുറച്ച് രീതികളുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് വുമൻസ് ആവുമ്പോൾ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് തന്നെ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതും എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ബ്രസ്റ്റ് മിൽക്കിനുള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തും കൂടി കൊടുക്കാം എന്നത് നമ്മൾ വിവരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഒന്നുകിൽ കെയർ ടേക്കേഴ്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ അമ്മുമ്മയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് എത്ര ml പാലാണ് നമ്മൾ കൊടുക്കേണ്ടത്, എങ്ങനെ കൊടുക്കണം എന്ന രീതി നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മാത്രമല്ല ഗോകർണം അല്ലെങ്കിൽ പാലട നിങ്ങൾക്കറിയാമായിരിക്കും, ഇതിലും നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുത്ത് ശീലിപ്പിക്കണം. ചില കുഞ്ഞുങ്ങൾ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗോകർണത്തിൽ കുടിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അമ്മ ഉള്ള ടൈമിൽ തന്നെ നമ്മൾ ഈ ഗോകർണത്തിൽ അല്ലെങ്കിൽ പാലട എന്ന് പറയുന്നതിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് നമ്മൾ ശീലിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ അമ്മ ഉള്ള ടൈം ആകുമ്പോൾ നമുക്ക് കുറച്ച് ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം. പിന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് വെക്കുന്ന മിൽക്കും കുഞ്ഞിന് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയുന്നത് എക്സ്പ്രസ് ചെയ്ത് വെക്കുന്ന മിൽക്കിനെ പറ്റിയിട്ടാണ്. അത് എങ്ങനെ, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്, അത് എങ്ങനെയൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം. നമുക്ക് 3 രീതിയിലാണ് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. അതായത് 1 ഹാൻഡ് എക്സ്പ്രഷൻ, 2 മാനുവൽ പമ്പ് എക്സ്പ്രഷൻ, 3 ഇലക്ട്രിക് പമ്പ് എക്സ്പ്രഷൻ. ഹാൻഡ് എക്സ്പ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ബ്രസ്റ്റിൽ നിന്നും പാല് പിഴിഞ്ഞെടുക്കുന്ന മെത്തേഡാണ് നമ്മൾ ഹാൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രിക് പമ്പ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അതിൽ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതായത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇലക്ട്രിക് പമ്പ് വഴി ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് വയ്ക്കാം. മാനുവൽ ഹാൻഡ് പമ്പിങ് എക്സ്പ്രസ് ആണ് കൂടുതലും എനിക്ക് തോന്നുന്ന ആളുകൾ യൂസ് ചെയ്യുന്നത്. അത് പ്രസ് ആൻഡ് റിലീസ് മെത്തേഡാണ് അതിൽ വരുന്നത്. നമുക്ക് പ്രസ് ചെയ്യുക, പിന്നെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാല് എക്സ്പ്രസ് ചെയ്ത് കിട്ടും. ഈ ഇലക്ട്രിക് പമ്പിലും അതുപോലെ തന്നെ മാനുവൽ പമ്പിലും നമുക്കൊരു ബോട്ടിൽ, അതായത് ഫീഡിങ് ബോട്ടിൽ പോലത്തെ ബോട്ടിൽ തന്നെ ഉണ്ട്. അതിൽ അളവും എല്ലാ ഡീറ്റെയിൽസും ആ ബോട്ടിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് അമ്മമാർക്ക് പെട്ടെന്ന് തന്നെ അറിയാം ഒരു ദിവസം ആ കുഞ്ഞ് എത്ര ml പാല് കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ml ആണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്കത് നോട്ട് ചെയ്ത് വെക്കാനും നമുക്ക് കൂടെ നിൽക്കുന്ന കെയർ ടേക്കേഴ്സിൻ്റെ അടുത്ത് നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റും. മാത്രമല്ല ഈ ഇപ്പം മാനുവൽ പമ്പ് ആണെങ്കിൽ തന്നെ നമുക്ക് ആ ബോട്ടിൽ തന്നെ ഓരോ പാർട്ടും നമുക്ക് ഇളക്കി ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതുമാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ടതും ഈ എക്സ്പ്രസ് ചെയ്ത പാല് നമ്മൾ എങ്ങനെ പ്രിസർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ 2 രീതിയിലാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒന്ന് നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിൽ, അത് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ നോർമലായിട്ട് സാധാരണ വെസൽസിൽ വെക്കുക എന്നുള്ളതാണ്. വയ്ക്കുന്ന സമയത്ത് നമ്മളൊരു 4 hours വരെ നമുക്ക് നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഈ ഒരു എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് വയ്ക്കാവുന്നതാണ്. പിന്നീട് രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് റെഫ്രിജറേറ്ററിൽ നമുക്ക് എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് വയ്ക്കാം. റെഫ്രിജറേറ്ററിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു കാരണവശാലും ഡോറിൽ, അതായത് റെഫ്രിജറേറ്ററിൻ്റെ ഡോറിൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് വെക്കാൻ പാടില്ല. നമ്മൾ ഫ്രിഡ്ജിനകത്ത് തന്നെ അകത്തത്തെ ഒരു ട്രേ ഉണ്ടാവും, അതായത് നമ്മൾ പാലും ഒക്കെ വയ്ക്കുന്ന ഒരു ട്രേ ഉണ്ടാവും, അകത്ത് കാണുന്ന ട്രേയിൽ. ആ ട്രേയിൽ വേണം നമ്മൾ ഈ ഒരു എക്സ്പ്രസ് ചെയ്ത ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് വയ്ക്കാവുന്നത്. മാത്രമല്ല
അത് നമുക്ക് ഒരു 8 hours വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതുമാണ്. കൊടുക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ, അതായത് കുഞ്ഞിന് കൊടുക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ഈ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാല് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിൽ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല, ഈ എക്സ്പ്രസ് ചെയ്ത് വയ്ക്കുന്ന ബ്രസ്റ്റ് മിൽക്കിൻ്റെ വെസൽസും ഇതെല്ലാം നമ്മൾ വളരെ ഹൈജീനോടുകൂടി വളരെ ക്ലീനായിട്ട് തന്നെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യം കൂടിയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഞാൻ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രഷൻ എന്നതിനെക്കുറിച്ച് പറഞ്ഞതും അതിൻ്റെ പ്രിസർവിങ് ടൈമും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നീട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ഒന്ന് മാനേജ്മെൻറ്റിനോടൊന്ന് സംസാരിക്കുക. വീട്ടിൽ പോയി വരാവുന്ന ദൂരം ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും ഇടയ്ക്കൊന്ന് പോയി വന്ന് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ ഹോസ്പിറ്റൽസിലും അല്ലെങ്കിൽ എല്ലാ വർക്കിംഗ് പ്ലേസിലും ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിന് വേണ്ടിയിട്ട് നല്ലൊരു സപ്പോർട്ടാണ് എല്ലാ സ്ഥലത്തും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് വേണമെങ്കിലും മാനുവൽ പമ്പിലോ അല്ലെങ്കിൽ ഇലക്ട്രിക് പമ്പിലോ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.